പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മുത്തശ്ശിക്ക് വയ്യാതായതിനെ തുടർന്ന് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷേ തൽക്കാലം ഈ കാര്യങ്ങൾ മീനു അറിയാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ള കാര്യം സൂരജ് പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഈ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരുന്നു ചിന്താമണി. മുത്തശ്ശിയുടെ കാര്യം നോക്കുന്നതിനായി ഞാനില്ലേ, ആ മീനുവിൻ്റെ ഒന്നും ഇനി ആവശ്യമില്ല, ഞാൻ നോക്കിക്കൊള്ളാം മുത്തശ്ശിയെ പൊന്നുപോലെ എന്ന് പറഞ്ഞ് ചിന്താമണി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നു. ഇതിനിടയിൽ മുത്തശ്ശിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന മീനു ഇതേപ്പറ്റി അറിയുന്നതിനായി ഫോൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സൂരജിനെ. പക്ഷേ സൂരജാകട്ടെ മീനു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല, അവിടുത്തെ കാര്യങ്ങൾ മാത്രം മീനു ശ്രദ്ധിച്ചാൽ മതി. മുത്തശ്ശിയുടെയും മറ്റുള്ളവരുടെയും കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളില്ലേ ഇവിടെ, അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും നീ കാണിക്കണ്ട. സൂരജ് സാർ, എനിക്ക് മുത്തശ്ശിയെ കാണണം. നീ എന്തിനാ എൻ്റെ മുത്തശ്ശിയെ കാണുന്നേ? എൻ്റെ മുത്തശ്ശിയുമായി നിനക്ക് എന്ത് ബന്ധമാണുള്ളത്? ആ കാര്യം നീ പറ. ഇതോടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന മീനു പക്ഷേ മുത്തശ്ശിയെ ഞാൻ കണ്ടേ മടങ്ങുകയുള്ളൂ എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സൂരജിനെ. പക്ഷേ സൂരജാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ചിന്താമണി എന്തായാലും ഇനി അവളെ അടുപ്പിക്കരുത് എന്ന് ഉറപ്പിക്കുകയും കാര്യങ്ങൾ അമ്മയെ ഫോൺ ചെയ്ത് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. സൂരജ് എന്നോട് പറഞ്ഞിട്ടുണ്ട് മീനുവിനെ ഇവിടേക്ക് അടുപ്പിക്കരുത് എന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അവൾ അവിടേക്ക് വരാൻ സാധ്യതയുണ്ട് മോളെ. കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൾ ഏറെക്കുറെ അറിഞ്ഞ മട്ട് തന്നെയാണ്. എന്തായാലും അവൾ അവിടേക്ക് വന്നാൽ വെറുതെ പോകരുത്, അവളെ ഒരുപാട് വേദനിപ്പിച്ചേക്കണം എന്ന് പറയുന്നു. ഇതേ സമയം കാര്യങ്ങളെല്ലാം തൻ്റെ നീക്കങ്ങളിലൂടെ മനസ്സിലാക്കുന്ന മീനു ഒടുവിൽ ചെന്നിരിക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങൾ അറിയുന്നതിനായി ഹോസ്പിറ്റലിലേക്ക്. അവിടെ വെച്ച് ചിന്താമണിയെ കാണാൻ ഇടയാകുന്നു. ഇതോടെ ചിന്താമണി തടഞ്ഞിരിക്കുകയാണ് മീനുവിനെ. നിനക്ക് പോകാൻ അനുവാദമില്ല. എന്നോട് സൂരജ് സാർ അങ്ങനെയാണ് പറഞ്ഞത്, അതിന് നിന്റെ അനുവാദമൊന്നും എനിക്ക് വേണ്ടടി എന്ന് പറഞ്ഞ മീനു തള്ളിമാറ്റുകയാണ് ഇപ്പോൾ ചിന്താമണിയെ. പക്ഷേ ചിന്താമണിയാകട്ടെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. തിരിച്ചും ഉന്തുന്ന ചിന്താമണി ഒടുവിൽ ബലം പ്രയോഗിച്ചതിനെ തുടർന്ന് മീനുവും തിരിച്ചടിക്കാൻ തയ്യാറാകുന്നു. ഈ ബഹളമെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് ഇപ്പോൾ സൂരജ്. ഇതോടെ സൂരജിനോട് എനിക്ക് മുത്തശ്ശിയെ കാണണം, കണ്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞ് മീനു മുന്നോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ സൂരജ് കൈപിടിച്ച് തടയുകയാണ്. ഇതോടെ രൂക്ഷമായി സൂരജിനെ ഒന്ന് നോക്കിയതിനെ തുടർന്ന് കയ്യിലെ പിടി സൂരജ് വിടുന്നു. അത് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് സൂരജ് പറയുന്നു. ഇതേ തുടർന്ന് മീനു മുത്തശ്ശിയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. മുത്തശ്ശി ഇതോടെ നീ കാര്യങ്ങൾ അറിഞ്ഞാൽ എന്നെ കാണാൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, സന്തോഷമായി മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. ഇതേ തുടർന്നാണ് മുത്തശ്ശിയുടെ അസുഖത്തെ പറ്റിയുള്ള കാര്യം സൂരജ് ഒടുവിൽ മീനുവിനോട് തുറന്നു പറയാൻ തയ്യാറാകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.